ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. 10th പ്രിലിംസ് 2022 50 ഡേയ്സ് സ്റ്റഡി പ്ലാൻ്റെ ഡേ 18 ആണ് ഇന്ന് പഠിക്കേണ്ട ടോപ്പിക്സ് കറണ്ട് അഫയേഴ്സ് 2020 ജൂൺ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ഫുള്ളായിട്ട് നോക്കാം. മെന്റൽ എബിലിറ്റി തരംതിരിക്കലാണ് നോക്കാനുള്ളത്. ജനറൽ സയൻസിൽ കേരളത്തിലെ ആരോഗ്യ ക്ഷേമ പ്രവർത്തനങ്ങൾ. അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PSC ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളെ പറ്റിയാണ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഷനാണ്. ഇതിൽ നിന്നും ഉറപ്പായിട്ടും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ പദ്ധതി അഭയ. അഭയ എന്ന പദ്ധതി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? നിർധനരായ രോഗികൾക്ക് ഉച്ചഭക്ഷണം നൽകുന്ന പദ്ധതിയാണ് അഭയ. തിരഞ്ഞെടുത്ത സർക്കാർ ആശുപത്രികൾ വഴിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. അപ്പൊ അഭയ എന്ന പദ്ധതി നിർധനരായ രോഗികൾക്ക് ഉച്ചഭക്ഷണം നൽകുന്ന പദ്ധതിയാണ്. അഭയ കിരണം എന്ന പദ്ധതി എന്താണ്? അഗതികളായ വിധവകളെ സംരക്ഷിക്കുന്നവർക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുന്ന പുതിയ പദ്ധതിയാണ് അഭയ കിരണം. അഗതികളായ വിധവകളെ സംരക്ഷിക്കുന്നവർക്ക് ആദ്യഘട്ടമായി 200 പേർക്ക് സഹായം നൽകും. 50 വയസ്സിന് മേലുള്ള വിധവകളെയാണ് ഈ പദ്ധതിക്ക് പരിഗണിക്കുക. അഭയ കിരണം. അടുത്ത പദ്ധതി അന്നപ്രദായിനി. അട്ടപ്പാടി സംയോജിത ശിശുവികസന പദ്ധതിയുടെ 175 അംഗൻവാടികളിൽ 2013 മുതൽ നടപ്പിലാക്കി വരുന്ന ഉച്ചഭക്ഷണ പരിപാടിയാണ് അന്നപ്രദായിനി. കുടുംബശ്രീ മിഷൻ വഴിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഓക്കെ, അടുത്തത് അന്നദായിനി. കേരള സാമൂഹ്യ മിഷന്റെ ആഭിമുഖ്യത്തിൽ ആദിവാസി വിഭാഗങ്ങൾക്ക് പോഷകാഹാരം നൽകുന്ന പദ്ധതിയാണ് അന്നദായിനി. അന്നദായിനി, ആദിവാസി വിഭാഗങ്ങൾക്ക് പോഷകാഹാരം നൽകുന്ന പദ്ധതി. അനുയാത്ര, ഇമ്പോർട്ടന്റ് ആണ് അനുയാത്ര. ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമായി കേരളത്തെ മാറ്റാനുള്ള പദ്ധതിയാണ് ഏത്? അനുയാത്ര എന്നത്. അമ്മത്തൊട്ടിൽ. അനാഥരായ നവജാത ശിശുക്കളെ ഏറ്റെടുക്കാൻ സാമൂഹ്യ ക്ഷേമ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത്? അമ്മത്തൊട്ടിൽ എന്ന് പറയുന്നത്. അമ്മത്തൊട്ടിൽ. ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിൽ ഇനി വരാനിരിക്കുന്ന എല്ലാ കേരള PSC പരീക്ഷകൾക്കും വേണ്ടിയിട്ട് ഉടനെ തന്നെ കുറച്ച് ബാച്ച് കോഴ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. KS എക്സാമിന് വേണ്ടിയിട്ട് പുതിയ കാറ്റഗറി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ LP UP എക്സാമിന് വേണ്ടി ഒരു 180 ഡേ ഫൗണ്ടേഷൻ ബാച്ച് കോഴ്സ് April 6 സ്റ്റാർട്ട് ആവുന്നുണ്ട്. അപ്പൊ ഈ കോഴ്സും അതുപോലെ അൺഅക്കാഡമി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ കോഴ്സുകളും ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. 10% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കൂടെ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. അതുപോലെ March 21 10th ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ട് ഒരു 55 ഡേയ്സ് ബാച്ച് കോഴ്സ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ട് 150 ഡേയ്സ് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. SCRT മാത്രം ഫോക്കസ് ചെയ്തിട്ട് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഡിഗ്രി ലെവൽ പ്രിലിംസിന് ഓൾറെഡി തന്നെ ബാച്ച് കോഴ്സസ് ഉണ്ട്. അതുപോലെ 10th ലെവൽ പ്രിലിംസ്, ഡിഗ്രി പ്രിലിംസ്, KS പ്രിലിംസ് ആൻഡ് മെയിൻസ് രണ്ടും കൂടി ജോയിൻ ചെയ്തിട്ട് ബാച്ച് കോഴ്സസ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഈ പറഞ്ഞ എല്ലാം ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്താൽ 10% ഡിസ്കൗണ്ടും കിട്ടുന്നതാണ്. അതുപോലെ അൺഅക്കാഡമിയിലെ ഫ്രീ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഈ ഏപ്രിൽ മാസം നടക്കുന്നുണ്ട്. രാത്രി 8 മണിക്കാണ്. 3, 10, 17, 24 തീയതികളിലായിട്ട് ജോയിൻ ചെയ്യാം. പ്രൈസുകൾ നേടാവുന്നതാണ്. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ എടുക്കുമ്പോൾ 10% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്താൽ മതി. ഓക്കെ, അമൃതം ആരോഗ്യം പദ്ധതി എന്താണ്? ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന ആരോഗ്യ പദ്ധതിയാണ് അമൃതം ആരോഗ്യം. ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന ആരോഗ്യ പദ്ധതി. 30 മേൽ പ്രായമുള്ളവരാണ് പദ്ധതി അനുസരിച്ച് സ്ക്രീനിങ്ങിന് വിധേയരാകുന്നത്. അമൃതം ആരോഗ്യം. അടുത്ത പദ്ധതി അതുല്യം. സംസ്ഥാന സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ എല്ലാ പഞ്ചായത്തിലും നടപ്പിലാക്കുന്ന സാക്ഷരതാ പദ്ധതിയാണ് അതുല്യം. ചോദിച്ചിട്ടുള്ളതാണ്. സാക്ഷരതാ പദ്ധതിയാണ് ഏത്? അതുല്യം. ആർദ്രം പദ്ധതി എന്താണ്? മികച്ച ചികിത്സാ സൗകര്യങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നതിനുള്ള ജനസൗഹൃദ സർക്കാർ ആശുപത്രികൾ സജ്ജമാക്കുന്ന പദ്ധതിയാണ്
ആർദ്രം പദ്ധതി. ആർദ്രം പദ്ധതി എപ്പോഴും ചോദിക്കാറുള്ളതാണ് ഇപ്പോൾ ഈയിടെയായിട്ട് PSC. ഓക്കെ, ആർദ്രം പദ്ധതി എന്താണ്? മികച്ച ചികിത്സാ സൗകര്യങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നതിനുള്ള ജനസൗഹൃദ സർക്കാർ ആശുപത്രികൾ സജ്ജമാക്കുന്ന പദ്ധതി. ആയുർദളം എന്താണ്? എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ആയുർദളം. ആയുർദളവും ഇമ്പോർട്ടന്റ് ആണ്. ആലില എന്ന പദ്ധതി എന്താണ്? സംസ്ഥാന സർക്കാരിന്റെ പങ്കാളിത്ത പരിസ്ഥിതി പരിപാലന പദ്ധതിയുടെ ഭാഗമായി സഹകരണ വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ആലില. വൃക്ഷത്തൈകൾ നട്ട് പരിപാലിക്കുന്നതിനുള്ള പദ്ധതി. വൃക്ഷത്തൈകൾ നട്ട് പരിപാലിക്കുന്നതിനുള്ള പദ്ധതിയാണ് ആലില. ആശാഭവൻ മനോരോഗ ചികിത്സയ്ക്ക് ശേഷം ഏറ്റെടുക്കാൻ ആളില്ലാത്തവരെ സംരക്ഷിക്കുന്നതിനുള്ള സ്ഥാപനം. ഈ സെന്റൻസ് തന്നെ PSC എടുത്ത് ചോദിച്ചു. മനോരോഗ ചികിത്സയ്ക്ക് ശേഷം ഏറ്റെടുക്കാൻ ആളില്ലാത്തവരെ സംരക്ഷിക്കുന്നതിനുള്ള സ്ഥാപനമാണ് ആശാഭവൻ. ഇത്തരം 6 സ്ഥാപനങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നു. തിരുവനന്തപുരത്തും തൃശൂരും കോഴിക്കോട്ടും വനിതകൾക്കായി പ്രത്യേക ആശാഭവനുകൾ പ്രവർത്തിക്കുന്നു. പുരുഷന്മാർക്കായി എറണാകുളം, തിരുവനന്തപുരം, കോഴിക്കോട് ജില്ലകളിലാണ് ആശാഭവനുകൾ പ്രവർത്തിക്കുന്നത്. അടുത്ത പദ്ധതിയാണ് ആശാകിരണം. ആശാകിരണം. അപ്പൊ ഈ പദ്ധതി എന്താണ്? സംസ്ഥാനത്തെ ആശാ വർക്കർമാരുടെ ഇൻഷുറൻസ് പദ്ധതിയാണ് ആശാകിരണം. അപ്പൊ ആശാ വർക്കർമാരുടെ ഇൻഷുറൻസ് പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത്? ആശാകിരണം എന്ന് പറയുന്നത്. ഇനി ആശ്വാസകിരൺ എന്താണ്? ആശ്വാസകിരൺ കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് ആശ്വാസകിരൺ. 600 രൂപയാണ് പെൻഷനായിട്ട് നൽകുന്നത്. ആശ്വാസ് എന്നത് എന്താണ്? വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം 6 മുതൽ 8 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കായിക വിദ്യാഭ്യാസം, കലാപഠനം, തൊഴിൽ വിദ്യാഭ്യാസം എന്നിവ ലഭ്യമാക്കേണ്ടതുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുത്ത സ്കൂളുകളെ ആശ്വാസ കേന്ദ്രങ്ങളാക്കി ഉയർത്തുന്ന പദ്ധതിയാണ് ആശ്വാസ്. അപ്പൊ ആശ്വാസ എന്നുള്ള ആശ്വാസിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ആർട്സ്, സ്പോർട്സ്, വർക്ക്, എഡ്യൂക്കേഷൻ ആൻഡ് സ്കൂൾ എന്നതാണ്. ഓക്കെ, അടുത്തത് ആരോഗ്യകിരണം പദ്ധതി. എന്താണ് ആരോഗ്യകിരണം പദ്ധതി? സംസ്ഥാനത്തെ APL BPL വ്യത്യാസമില്ലാതെ 18 വയസ്സിന് താഴെയുള്ള അർബുദ, ഹൃദ്രോഗ, വൃക്ക, മസ്തിഷ്ക രോഗം ഉൾപ്പെടെയുള്ള രോഗികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ഏത്? ആരോഗ്യകിരണം പദ്ധതി എന്ന് പറയുന്നത്. ആപ്തമിത്രം എന്ന പദ്ധതി എന്താണ്? പ്രകൃതി ദുരന്തങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര സഹായം ലഭ്യമാക്കുന്നതിന് ആവിഷ്കരിച്ച പദ്ധതിയാണ് ആപ്തമിത്രം പദ്ധതി. രാജ്യാന്തര ദുരന്ത ലഘൂകരണ ദിനത്തോടനുബന്ധിച്ച് 3000 പേർക്കാണ് ഇതിനാവശ്യമായ പരിശീലനം നൽകിയത്. ആഫ്റ്റർ കെയർ ഹോം ചോദിച്ചിട്ടുണ്ട്. സാമൂഹ്യനീതി വകുപ്പിന്റെ ചിൽഡ്രൻസ് ഹോം, സ്പെഷ്യൽ ഹോം, ബാലമന്ദിരം, പുവർ ഹോം, അനാഥാലയങ്ങൾ എന്നിവിടങ്ങളിലെ 18 വയസ്സ് കഴിഞ്ഞ വനിതകളെ പുനരധിവസിപ്പിക്കുന്ന സ്ഥാപനമാണ് ആഫ്റ്റർ കെയർ ഹോം. വിദ്യാഭ്യാസത്തിനും തൊഴിൽ പരിശീലനത്തിനും സൗകര്യം ഇവിടെ നൽകുന്നതാണ്. അതാണ് ആഫ്റ്റർ കെയർ ഹോം എന്ന് പറയുന്നത്. ഇനി ഇ ഗവേണൻസ് എന്താണ്? SCRT-യിലുള്ളതാണ്, സ്ഥിരമായിട്ട് PSC ചോദിക്കുന്നത്. ഇ ഗവേണൻസ് സർക്കാർ സേവനങ്ങൾ വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പൊതുജനങ്ങൾക്ക് പരിചിതമാക്കുന്ന പദ്ധതിയാണ് ഇ ഗവേണൻസ്. ഇനി ഉത്തരവാദിത്ത ടൂറിസം എന്താണ്? സ്ഥായിയായ ടൂറിസം പദ്ധതി എന്ന ആശയത്തോടെ ടൂറിസം വകുപ്പ് 2007 ആരംഭിച്ച നൂതന പദ്ധതിയാണ് ഉത്തരവാദിത്ത ടൂറിസം. കുടുംബശ്രീയുടെ സഹായത്താൽ ടൂറിസം വകുപ്പാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ടൂറിസം വകുപ്പ് നടപ്പിലാക്കുന്ന ഈ പദ്ധതി കുടുംബശ്രീയുടെ സഹായത്താലാണെന്ന് ഓർക്കുക. ഇനി എന്താണ് എസ്കോട്ട്? സംസ്ഥാനം ഊർജക്ഷമത കൈവരിക്കുന്നതിനും അതിലൂടെ ഊർജ ഉപഭോഗം കുറയ്ക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള പദ്ധതിയാണ് എസ്കോട്ട്. എസ്കോട്ട് എന്നാൽ എന്താണ്? എനർജി സേവിംഗ് കോഓർഡിനേഷൻ ടീം. എനർജി സേവിംഗ് കോഓർഡിനേഷൻ ടീം എന്നതാണ് എസ്കോട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എന്റെ മരം പദ്ധതി സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരുന്ന ഒരു പദ്ധതിയാണ് എന്റെ മരം. കേരള വിദ്യാഭ്യാസ വകുപ്പും വനം വകുപ്പും സംയുക്തമായി നടത്തുന്ന വനവൽക്കരണ പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത്? എന്റെ മരം പദ്ധതി. കേരള വിദ്യാഭ്യാസ വകുപ്പും വനം വകുപ്പും സംയുക്തമായി നടത്തുന്ന വനവൽക്കരണ പദ്ധതി. ഇനി എന്താണ് എന്റെ കൂട്?
എന്റെ കൂട് വഴിയോരങ്ങളിൽ അലഞ്ഞു തിരിയുന്നവർക്ക് രാത്രി വിശ്രമ സ്ഥലം ഒരുക്കുന്ന പദ്ധതിയാണ് ഇത്. CCTV നിരീക്ഷണമുള്ള ഇവിടെ ഭക്ഷണവും വസ്ത്രവും കുളിമുറിയും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാകും. ഏതാണ്? എന്റെ കൂട്, എന്റെ കൂട്. അടുത്ത് IT അറ്റ് സ്കൂൾ. IT അറ്റ് സ്കൂൾ എന്ന് പറയുന്നത് എന്താണ്? വിദ്യാലയങ്ങളിൽ വിവര സാങ്കേതിക വിദ്യ അധിഷ്ഠിതമാക്കി അധ്യയന രീതി പുനരാവിഷ്കരിക്കാനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് IT അറ്റ് സ്കൂൾ എന്നത്. ഒരു നെല്ലും ഒരു മീനും പദ്ധതി. കുട്ടനാട്ടിലെ കോൾ നിലങ്ങളിൽ നെൽകൃഷിക്കൊപ്പം മത്സ്യകൃഷിയും നടത്തുന്ന പദ്ധതിയാണ് ഒരു നെല്ലും ഒരു മീനും. അടുത്തത് ഒരുമ. കേരള വിദ്യുത് ശക്തി ബോർഡിന്റെ ഓൺലൈൻ സംവിധാനമാണ് ഏതെന്ന് പറയുന്നത്? ഒരുമ എന്ന് പറയുന്നത്. ഇനി ഓപ്പറേഷൻ കുബേര. ബ്ലേഡ് പലിശക്കാരുടെ ചൂഷണങ്ങളിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കാൻ ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത്? ഓപ്പറേഷൻ കുബേര എന്ന് പറയുന്നത്. ഓപ്പറേഷൻ സുരക്ഷ എന്താണ്? അക്രമികളെയും ഭൂമാഫികളെയും സാമൂഹ്യ വിരുദ്ധരെയും സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയും അക്രമം നടത്തുന്നവരെയും അമർച്ച ചെയ്ത് സമാധാന ജനജീവിതം ഉറപ്പുവരുത്തുന്നതിനായി ആഭ്യന്തര വകുപ്പിന്റെ പദ്ധതിയാണ് ഓപ്പറേഷൻ സുരക്ഷ. ഓപ്പറേഷൻ സുരക്ഷ. ഇനി എന്താണ് ഓപ്പറേഷൻ സുലൈമാനി? കോഴിക്കോട് ജില്ലാ ഭരണകൂടവും ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനും സംയുക്തമായി നടപ്പിലാക്കിയ സൗജന്യ ഭക്ഷണ വിതരണ പദ്ധതിയാണ്. ഏതാണ്? കോഴിക്കോട് ജില്ലാ ഭരണകൂടമാണ്. ഇത് ചോദിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ സുലൈമാനി. ഇനി ഓപ്പറേഷൻ സ്വീപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൊതുസ്ഥലങ്ങളിലും മറ്റും മാലിന്യം നിക്ഷേപിക്കുന്നത് തടയാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ആവിഷ്കരിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ സ്വീപ്പ്. ഓപ്പറേഷൻ സ്വീപ്പ്. ഇനി കരുത്ത് എന്ന പദ്ധതി എന്താണ്? പെൺകുട്ടികൾക്ക് ആയോധന കലകളിൽ പരിശീലനം നൽകി അവരിൽ ആത്മധൈര്യവും സുരക്ഷിതത്വ ബോധവും വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കരുത്ത് എന്നത്. കരുത്ത്. ക്യാൻസർ സുരക്ഷ. ക്യാൻസർ ബാധിച്ച 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് ക്യാൻസർ സുരക്ഷ. ചിലവേറിയ ചികിത്സ വേണ്ടവർക്ക് തുക പരിമിതപ്പെടുത്തിയിട്ടില്ല. 2008 നവംബർ 1 ഈ പദ്ധതി ആരംഭിച്ചത്. ക്യാൻസർ സുരക്ഷ. അടുത്തത് കാരുണ്യ പദ്ധതിയാണ്. ഇമ്പോർട്ടന്റ് ആണ്. ക്യാൻസർ, ഹൃദയരോഗം, വൃക്കരോഗം, ഹീമോഫീലിയ എന്നീ രോഗങ്ങൾ ബാധിച്ച സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കുള്ള ചികിത്സാ പദ്ധതിയാണ് കാരുണ്യ പദ്ധതി. സാമ്പത്തിക സഹായത്തിനുള്ള തുക കണ്ടെത്തുന്നത് കാരുണ്യ ലോട്ടറിയിലൂടെയാണെന്ന് ഓർക്കുക. അടുത്ത കാരുണ്യ സമ്പാദ്യ പദ്ധതി എന്താണ് എന്നാണ്. 1 ലക്ഷമോ അതിന്റെ ഗുണിതങ്ങളോ നിക്ഷേപിക്കുന്ന വ്യക്തിക്ക് 1 വർഷത്തിനു ശേഷം നിക്ഷേപ തുക തിരിച്ചു നൽകുകയും അതിന്റെ പലിശയും സാമൂഹ്യ സുരക്ഷാ മിഷൻ ഫണ്ടിൽ നിന്നുള്ള തത്തുല്യ തുകയും ചേർത്ത് ശാരീരികമായും മാനസികമായും വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കുള്ള വിഭവ സമാഹരണത്തിനുള്ള പദ്ധതിയാണ് കാരുണ്യ സമ്പാദ്യ പദ്ധതി. നിക്ഷേപകന് ഗുണഭോക്താവിനെ നിർദ്ദേശിക്കാനും സാധിക്കും. ഓക്കെ. അടുത്തത് കുരുവിക്ക് ഒരു കൂട്. കുരുവിക്ക് ഒരു കൂട് എന്ന പദ്ധതി എന്താണ്? നിലനിൽപ്പിന് വൻ ഭീഷണി നേരിടുന്ന അങ്ങാടിക്കുരുവികളെ സംരക്ഷിക്കാൻ തടി കൊണ്ടുള്ള കൂടുകൾ നിർമ്മിച്ച് കൊണ്ട് നടപ്പാക്കുന്ന നൂതന പദ്ധതിയാണ് ഏത്? കുരുവിക്ക് ഒരു കൂട് എന്നത്. ഓക്കെ. അടുത്തത് കുടുംബശ്രീ ട്രാവൽസ്. ഈ പദ്ധതി ചോദിച്ചിട്ടുള്ളതാണ്. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സ്ത്രീകളുടെ സുരക്ഷിത യാത്രയ്ക്കായി ആരംഭിച്ച ടാക്സി സർവീസ് ആണ് ഏതെന്ന് പറയുന്നത്? കുടുംബശ്രീ ട്രാവൽസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇത്രയും പദ്ധതികളാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഈ പദ്ധതികൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യാം. അതായത് പെട്ടെന്ന് എല്ലാം കൂടെ കേൾക്കുമ്പോൾ മറന്നു പോകും. അപ്പൊ നമുക്ക് പോൾസിന്റെ രൂപത്തിൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യാം. നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ജോയിൻ ചെയ്യുക. ഓക്കെ. വീണ്ടും കാണാം. താങ്ക് യു.